താരിഫ് ഭീഷണി നൽകിക്കൊണ്ട് ട്രംപ് അങ്ങ് തീർത്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ചൈനയ്ക്കെതിരെ വീണ്ടും താരിഫ് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. നവംബർ 1 മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 100% അധിക താരിഫ് ചുമത്തും. റിപ്പോർട്ടുകൾ. ഇലക്ട്രോണിക് ഉൽപാദന രംഗത്ത് അനിവാര്യമായ അപൂർവ ധാതുക്കൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ചൈന നിയന്ത്രിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ കടുത്ത നടപടി. നാളിതുവരെ കേട്ടുകേൾവിയില്ലാത്ത അത്യപൂർവമായ നടപടിയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് ട്രംപ് സമൂഹമാധ്യമക്കുറിപ്പിൽ പറയുന്നു. ഇത് കേവലം അമേരിക്കയെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇക്കാര്യം കൂടി വ്യക്തമാക്കിയാണ് ട്രംപ് അധിക താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നേരത്തെ ചുമത്തിയിരുന്ന 30% പുറമെ 100% കൂടി താരിഫ് ഏർപ്പെടുത്തുമെന്നാണ് ട്രംപ് അറിയിക്കുന്നത്. നവംബർ 1 മുതൽ പുതിയ താരിഫുകൾ നടപ്പിലാക്കും. നടപടിയുമായി ചൈന മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിനു മുമ്പ് താരിഫ് ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളിലും നിയന്ത്രണം ഏർപ്പെടുത്തും. ചൈനയുടെ നടപടി അന്താരാഷ്ട്ര വാണിജ്യത്തിലെ ധാർമ്മിക നിലപാടുകളോടുള്ള വെല്ലുവിളിയാണെന്നും ട്രംപ് പറയുന്നു. നാളിതുവരെ ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര രംഗത്ത് കേട്ടുകേൾവി പോലുമില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട്. നടപടിയുമായി മുന്നോട്ടു പോയാൽ ചൈനയോട് വിട്ടുവീഴ്ചയില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.